ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അർച്ചന ചേച്ചി LLB സീരിയലിന്റെ ലേറ്റസ്റ്റ് പ്രമോ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ അച്ചുവിന്റെ മാനസിക വിഷമം മാറ്റാനായി സത്യൻ അച്ചുവിനെ കൊണ്ട് മദ്യം കുടിപ്പിക്കുകയാണ്. എന്നാൽ അച്ചു ആണെങ്കിൽ 2 പെഗ് കഴിക്കുമ്പോഴത്തേക്കും മദ്യലഹരിയിൽ സത്യനെ പിടിച്ച് അടിക്കുന്നുണ്ട്. അമ്പാട്ടുകാരെ പറഞ്ഞതിനാണ് സത്യനെ പിടിച്ചടിക്കുന്നത്. പിന്നീട് അച്ചു ആണെങ്കിൽ ബോധം കെട്ട് അങ്ങനെ കിടക്കുകയാണ്. അതിന്റെ പേരിൽ ചന്ദ്രകാന്തത്തിലുള്ളവർക്ക് എല്ലാവർക്കും അച്ചുവിനോട് ദേഷ്യമുണ്ടെങ്കിലും പിറ്റേ ദിവസം രാവിലെ അവരെല്ലാം അത് മറക്കുകയാണ്. കാരണം അച്ചുവിനെ ഇപ്പോൾ അവരുടെ സൈഡ് നിർത്തേണ്ടത് ചന്ദ്രകാന്തക്കാരുടെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ വിജയ് ശങ്കർ സത്യനെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട്. നമുക്ക് അച്ചുവിന് നല്ലൊരു പണി തന്നെ കൊടുക്കാം, പക്ഷെ ഇപ്പൊ വേണ്ട, ഇതിനുള്ള ചാൻസ് നമുക്ക് കിട്ടുമെന്ന് പറയാണ്. പിറ്റേ ദിവസം രാവിലെ അച്ചു അങ്ങനെ എഴുന്നേറ്റുകൊണ്ട് വരികയാണ്. പിന്നീട് വിജയ് ശങ്കർ അച്ചുവിനോട് തന്റെ മാനസിക വിഷമം എല്ലാം മാറിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അച്ചു ആണെങ്കിൽ തലേ ദിവസം കുറച്ച് ഓവറായി പോയല്ലോ എന്നാലോചിച്ച് നാണം കെട്ട് അങ്ങനെ നിൽക്കുകയാണ്. വീണ്ടും വിജയ് ശങ്കർ പറയുന്നുണ്ട്, നിന്റെ മനോവിഷമം മാറിയിട്ടില്ലെങ്കിൽ നിനക്ക് ഈ രാവിലെ തന്നെ ഞാനൊരു ഹാപ്പി ന്യൂസ് അങ്ങോട്ട് തരാമെന്ന് പറയാണ്. അച്ചുവിനെ പോലെ മറ്റുള്ളവരും എന്താണ് ആ ഹാപ്പി ന്യൂസ് എന്നറിയാനായി ആകാംക്ഷയോടെ അങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ആര്യ ഇതും കേട്ടുകൊണ്ട് വരുന്നത്. രുക്കു അപ്പൊ തന്നെ വിജയ് ശങ്കറിനോട് ചോദിക്കുന്നുണ്ട്, ഹാപ്പി ന്യൂസോ, എന്താണ് ഏട്ടാ ആ ഹാപ്പി ന്യൂസ് എന്ന് ചോദിക്കുകയാണ്. വിജയ് ശങ്കർ അപ്പോ വളരെ സന്തോഷത്തോടെ പറയുന്നുണ്ട്, ചിന്നുമോൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്, അവൾ എന്നെ വിളിച്ചിരുന്നു എന്ന് പറയുമ്പോ എല്ലാവരും തന്നെ ആകെ ഷോക്കാവുന്നുണ്ട്. അച്ചു അപ്പൊ ചോദിക്കുന്നുണ്ട്, ചിന്നുമോളോ, അവള് വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോ വിജയ് ശങ്കർ പറയുന്നുണ്ട്, അതെ, അവൾ ഇന്ന് വരുന്നുണ്ടെന്ന് പറയാണ്. എന്നാൽ ചിന്നു വരുന്നത് അവിടെ ആർക്കും തന്നെ അത്രയങ്ങ് ഇഷ്ടാവുന്നില്ല. വിമലയ്ക്കും അച്ചുവിനും മാത്രമാണ് ചിന്നു വരുന്നതിൽ ആകെയുള്ള സന്തോഷം. അർച്ചനയുടെ ഒരെല്ലായ അച്ചുവിനെ ബാട്ടിൽ നിന്നും പിഴുതെടുത്തു. അടുത്തത് അർച്ചനയുടെ നട്ടെല്ലായ ചിന്നുമോളെ തന്നെ ചന്ദ്രകാന്തത്തിലേക്ക് പിടിച്ചെടുക്കാനാണ് വിജയ് ശങ്കർ ശ്രമിക്കുന്നത്. എന്നാൽ വിജയ് ശങ്കറിന്റെ ആഗ്രഹമൊന്നും നടക്കാൻ പോകുന്നില്ല. ചിന്നു അർച്ചനയെ വിട്ട് എന്തായാലും ചന്ദ്രകാന്തത്തിലേക്ക് വരാൻ ചാൻസ് ഇല്ല. എങ്ങനെയെങ്കിലും അച്ചുവിനെയും രുക്കുവിനെയും അമ്പാട്ട് വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ തന്നെയാണ് ചിന്നു ചന്ദ്രകാന്തത്തിലേക്ക് വരുന്നത്. നമുക്ക് എങ്ങനെയെങ്കിലും കുഞ്ഞമ്മാവനെയും രുക്കു ആന്റിയെയും ഇങ്ങോട്ടേക്ക് അമ്പാട്ട് വീട്ടിലേക്ക് എത്തിക്കാമെന്ന് ചിന്നു അങ്ങനെ അർച്ചനയ്ക്ക് വാക്കു കൊടുക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി തന്നെയാണ് ചിന്നു ചന്ദ്രകാന്തത്തിലേക്ക് എത്തുന്നത്. വിജയ് ശങ്കർ ആണെങ്കിൽ ചിന്നു വരുന്ന സന്തോഷത്തിൽ അങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ചന്ദ്ര വന്ന് വിജയ് ശങ്കറിനോട് സംസാരിക്കുന്നത്. ചിന്നുവിനോടുള്ള ദേഷ്യമെല്ലാം നീ മാറ്റണമെന്നും അവൾ ഇവിടെ വരുമ്പോൾ നമ്മുടെ സൈഡ് നിർത്തി നീ സംസാരിക്കണമെന്നൊക്കെ വിജയ് ശങ്കർ ചന്ദ്രയ്ക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം കേട്ടുകൊണ്ട് ആര്യയും അവിടെ നിൽക്കുകയാണ്. ഇതോടെയാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത്. നാളെ പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. ബൈ, ഗുഡ് നൈറ്റ്.